ഉഷ ജോസഫിൻ്റെ വയറ്റിൽ കത്രിക കുടുങ്ങിയതിന് പിന്നാലെ ശസ്ത്രക്രിയ നടക്കുകയാണ്. കൊച്ചി അമൃത ആശുപത്രിയിലാണ് ശസ്ത്രക്രിയയ്ക്ക് തുടക്കമായത്. 9:15 ഉഷ ജോസഫിനെ തിയേറ്ററിലേക്ക് മാറ്റിയിരുന്നു. വിവരങ്ങളുമായി നിഷ ദിലീപ് ഒപ്പം ചേരുന്നു. നിഷ, ശസ്ത്രക്രിയ എങ്ങനെ പുരോഗമിക്കുന്നു? ഡോക്ടർമാർ എന്താണ് പറയുന്നത്? കൃഷ്ണരാജ് 9:15 കൂടി തന്നെ ഈ ഉപകരണം വയറ്റിൽ കുടുങ്ങിയ ഉപകരണം പുറത്തെടുക്കുന്നതിനായി ശസ്ത്രക്രിയ 10 മണിയോടുകൂടി തുടങ്ങിയിട്ടുണ്ട്. 9:15 കൂടി തന്നെ ഉഷ ജോസഫിനെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് മാറ്റിയിരുന്നു. ഡോക്ടർമാർ നൽകുന്ന വിവരം അനുസരിച്ച് ഇത് അതിസങ്കീർണമായ ശസ്ത്രക്രിയയല്ല. ഏതാണ്ട് 3 മണിക്കൂർ, 1 മണിക്കൂർ ശസ്ത്രക്രിയയ്ക്കും പിന്നീട് 2 മണിക്കൂർ ഇവർ നിരീക്ഷണത്തിലും. കാരണം ഈ 5 വർഷമായി ഈ ഉപകരണം ഇവരുടെ വയറിനുള്ളിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. ഇപ്പോൾ ഇതെടുത്ത് അതിന് ശേഷം അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥതകളോ മറ്റോ ഉണ്ടാകുകയാണെങ്കിൽ അതുകൊണ്ട് ഒരു 2 മണിക്കൂറോളം ഒരു നിരീക്ഷണം, അങ്ങനെയാണ് ഡോക്ടർമാർ പറയുന്നത്. എന്തായാലും 3 മണിക്കൂറോളം സമയമായിരിക്കും ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി വരിക എന്നാണ് ഡോക്ടർമാർ അറിയിച്ചിട്ടുള്ളത്. ഇന്നലെ തന്നെ ഇവരുടെ ആരോഗ്യ നിലയൊക്കെ പരിശോധിച്ചിരുന്നു. CT സ്കാൻ അടക്കമുള്ളവ പൂർത്തിയാക്കി. ഉഷയുടെ ആരോഗ്യനില തൃപ്തികരമാണ് എന്ന് കണ്ടതിനെ തുടർന്നാണ് ഇന്നിപ്പോൾ ശസ്ത്രക്രിയ നടത്തുന്നത്. എന്തായാലും ഈ 5 വർഷത്തോളമായി ഈ വണ്ടാനം മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയ കഴിഞ്ഞിട്ട് 2021 ഈ ഗർഭാശയ മുഴ നീക്കം ചെയ്യുന്നതിനായി ഇവർ വണ്ടാനം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയമായത്. അങ്ങനെ അന്ന് ശസ്ത്രക്രിയ നടത്തി. ആ ശസ്ത്രക്രിയയിൽ ആണ് ഇവരുടെ വയറ്റിൽ ഈ ശസ്ത്രക്രിയ ഉപകരണം കുടുങ്ങിപ്പോയത്. പിന്നീട് 5 വർഷത്തോളം ഇവർ ഇതുമായി നടന്നു. എന്തായാലും ഈ 5 വർഷം ഉഷ സഹിച്ച വേദനകൾക്കൊക്കെ ഒരു അവസാനമാവുകയാണ് ഇന്ന്. ആ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് ഉഷയുടെ കുടുംബമുള്ളത്. ഭർത്താവും മകനും അടങ്ങുന്ന കുടുംബാംഗങ്ങളൊക്കെ തന്നെ ഇവിടെയുണ്ട്. എന്തായാലും ഉഷയുടെ ബന്ധു നൽകിയ പരാതിയിൽ അമ്പലപ്പുഴ പോലീസ് കേസെടുത്തിട്ടുണ്ട്. മെഡിക്കൽ കോളേജിലെ അനാസ്ഥയ്ക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ പല ഭാഗത്തു നിന്നും ഉയരുന്നുണ്ട്. എന്തായാലും രാഷ്ട്രീയ ഭേദമന്യേ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിലൊക്കെ മെഡിക്കൽ കോളേജിലേക്ക് പ്രതിഷേധങ്ങളും ഒക്കെ നടക്കുകയാണ്. എന്തായാലും ഈ ഉഷയുടെ സർജറി 10 മണിയോടുകൂടി തന്നെ ആരംഭിച്ചിട്ടുണ്ട്. 3 മണിക്കൂറോളം സമയം ഇവർ ഓപ്പറേഷൻ തിയേറ്ററിനുള്ളിലായിരിക്കും. അതിനുശേഷം പുറത്തേക്ക് കൊണ്ടുവരും. കുടുംബാംഗങ്ങളുമൊക്കെയായി ആ സമയത്ത് സംസാരിക്കാനാകും എന്നാണ് ഡോക്ടർമാർ അറിയിച്ചിട്ടുള്ളത്. ഇന്നിവിടെ മറ്റ് സർജറികളൊക്കെ ഉണ്ട്. അതിനൊപ്പം തന്നെയാണ് ഉഷയുടെ സർജറിയും നടക്കുന്നത്. എന്തായാലും 10 മണിയോടുകൂടി തന്നെ ശസ്ത്രക്രിയ ആരംഭിച്ചിട്ടുണ്ട്. കൃഷ്ണരാജ്. നിഷ ദിലീപാണ് വിവരങ്ങൾ നൽകിയത്. ശസ്ത്രക്രിയ പുരോഗമിക്കുന്നു.